അവൾക്കൊപ്പം. അവൾക്കൊപ്പമാണ്. 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 അവൾക്കൊപ്പം അതെല്ലാം അവൾക്കൊപ്പമാണ് ഉറപ്പായും. അവൾക്കൊപ്പമാണ്. അവൾക്കൊപ്പം. അവൾക്കൊപ്പം. അവൾക്കൊപ്പമാണ് ഞാൻ. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ആ ക്രിമിനൽ ഗൂഢാലോചന മഞ്ജു പറഞ്ഞെടുത്തതാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിനോട് അനുകൂലമാണ്. കാരണം ദിലീപിനോടുള്ള വ്യക്തിയല്ല. ദിലീപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അന്ന് ബിസിനസ് പരമായിട്ടുള്ള പല ആശയങ്ങളും കുഴപ്പങ്ങളും ഉണ്ട്. ഇതിന്റെ എന്താ കാരണം, യഥാർത്ഥ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉന്നതിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ജനനായകൻ എന്നുള്ളതല്ല, അല്ലാത്ത രീതിയിൽ സിനിമാ മേഖലയിൽ ഫിലിം തിയേറ്റർ ഓണേഴ്സിന്റെ ഫെസ്റ്റേഡ ആക്ടറിന്റെ എല്ലാത്തിൻ്റെയും അതിലുപരി ഒരു നല്ലൊരു വ്യക്തിത്വമുള്ളവനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയ ആളാണ്. അതുവരെ എനിക്കറിയാവുന്നതാണ് ഏത് പൊസിഷനാണ് എന്താണെന്നുള്ളത് എനിക്ക് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന കരങ്ങൾ ഏതാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അത് വെളിപ്പെടുത്തൂല. പിന്നെ അദ്ദേഹത്തിന് ഇനി എങ്ങനെ ജയിലിലാക്കിയാലും എന്താണെങ്കിലും അത് പറയൂലാണ്. ആ വ്യക്തി ആരാന്ന് അദ്ദേഹത്തിന് അറിയാം, എനിക്കും അറിയാം ഏകദേശം. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും സപ്പോർട്ട് ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. ദിലീപ് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇരയ്ക്ക് നീതി കിട്ടണം. അവൾക്കൊപ്പം. അനുകൂലിക്കാനില്ല. അനുകൂലിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണങ്ങള് ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണം. അതുകൊണ്ട് അവൾക്കൊപ്പമാണ്. അവൾക്കൊപ്പമാണ്. എനിക്കത് തെറ്റായിട്ട് തന്നെ തോന്നുന്നു. ഒരു പെൺകുട്ടിയോട് അങ്ങനെ രീതിയിൽ പെരുമാറുന്നത് ശരിയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടനായാലും ആരായാലും അങ്ങനെയല്ലേ, അതാണ് എനിക്ക് തോന്നുന്നത്. പണത്തിന് പരുന്തും പറക്കില്ല. അത് തന്നെ പൈസയല്ലേ എല്ലാത്തിനും അടിസ്ഥാനം. അവൾക്കൊപ്പമാണ് ഞാൻ. കാരണം ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത്രയും ഫേമസ് ആയ ഒരാൾക്ക് ഇങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് എങ്ങനെയായിരിക്കുന്നു. പിന്നെ എക്സ്പെക്ട് ചെയ്ത വിധി തന്നെയാണ് എല്ലായിടത്തും ഇങ്ങനെയാണ്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് എല്ലാവർക്കും എന്ന് വെച്ചാൽ പ്രതികരിക്കാനുള്ള ഇത് കുറയാണ്. എന്ന് വെച്ചാൽ ആരുടെ ഒപ്പം നിൽക്കാനുള്ള ഇത് കുറയാണ്. കാരണം പൈസ ഉള്ളവർക്കാണ് അത്രയും. അവൾക്കൊപ്പം. കാര്യം ആക്ച്വൽ ശരിയും തെറ്റും അല്ല, തെളിവുണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനിക്കുക. അപ്പം ആക്ച്വലി തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ നീതി കിട്ടിയിട്ടില്ല. അപ്പം അത് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു നിയമവ്യവസ്ഥയിലുള്ളൊരു 1000 കുറ്റവാളികൾ വെറുതെ വിട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്നത് അതൊരു ലീഗൽ പ്രിൻസിപ്പിളാണ്. അപ്പം കോടതിക്ക് അതേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അത് സംഭവം സത്യമാണ്. കാര്യം ഈ ഒരു കേസിലും എൻ്റെ ഒരു റീസണബിൾ അസസ്മെൻറ്റ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്ന ഒത്തിരി സാക്ഷിമൊഴികൾ മാറ്റപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി പേരെ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് നമ്മൾ കേൾക്കപ്പെടുന്നു. ഇതും അതുപോലെ തന്നെ മീഡിയ കാണിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് കോടതിയുടെ മുന്നിലെത്തിയ സത്യങ്ങൾ വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ടാകാം, തെളിവുകൾ നശിക്കപ്പെട്ടിട്ടുണ്ടാവാം. സോ ഒബ്വിയസ്ലി കോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുജനങ്ങളെ പോലെ കോർട്ടിന് സബ്ജക്റ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. അവർ മുന്നിലുള്ള തെളിവ് നോക്കിയിട്ട് എന്താണോ അതിനനുസരിച്ച് മാത്രമേ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിധിയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. സത്യം എവിടെ ഒളിച്ചിരിപ്പുണ്ട്, അത്രയും. അതെ അതെ, അവൾക്കൊപ്പമാണ് 100%. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും തോന്നുന്ന അതേ കാരണം തന്നെ. അവൾക്കൊപ്പം. അവൾക്കൊപ്പം അതെല്ലാം ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ. ഒരു പെൺകുട്ടിയല്ലേ, ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ലല്ലോ. അതിൽ ചോദിച്ച് കോടതി തീരുമാനിച്ചല്ല. പിന്നെ പൊതുവിൽ ഈ അതിജീവിത എടുത്ത സ്റ്റാൻഡ് വളരെ സ്ട്രോങ് ആയിട്ട് ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു ഫൈറ്റ് നിന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും സ്ത്രീകൾ അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. എത്ര ഫേമസ് ആയ ആൾക്കാരാണ് അതിൻ്റെ പിന്നിലെങ്കിലും. പിന്നെ വിധിയെ സംബന്ധിച്ച് ഇപ്പോഴേ വളരെ വൈകിയാണ് വിധി വന്നത്. ആ ഡിലേയിൽ സപ്പോർട്ടില്ല. പിന്നെ വന്നിരിക്കുന്നത് 6 പേർക്കാണ് പണിഷ്മെന്റ് വന്നിരിക്കുന്നത്. അതിലെ ഒരു പ്രധാന ആള്, വളരെ ഫേമസ് ആയ ആള് അതിൽ നിന്ന് കുറ്റവിമുക്തനാണ്. അപ്പോൾ അത് എത്രത്തോളം ന്യായമുള്ളൊരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിൽ പറയാനുള്ളത് അവൾക്കൊപ്പമാണ് ഉറപ്പായും. പണം ഉള്ളതുകൊണ്ട് അവർ രക്ഷപ്പെട്ട്, പണം ഇല്ലാത്തവരാണെങ്കിൽ സാധാരണക്കാരാണെങ്കിൽ പോയി. പണം ഉള്ളതുകൊണ്ട് അവർ രക്ഷപ്പെട്ട്. ഇപ്പോഴത്തെ ഈ തീരുമാനം തെറ്റായ തീരുമാനം എന്ന് വെച്ചാൽ പണം ഉള്ളതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. പണക്കാരല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരൊക്കെ നമ്മൾ രക്ഷപ്പെടും. കാര്യത്തിൽ അവളുടെ ഒപ്പമാണ്. നമ്മളെപ്പോലെ ഒരു സ്ത്രീ അല്ല അതും. ആക്ച്വലി സൊസൈറ്റിക്ക് മുഴുവൻ അറിയുന്നൊരു കാര്യമാണ്. അതിൻ്റെ തെളിവ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് മാത്രം അങ്ങനെ ഒരുപാട് കേസസ് നമുക്ക് അറിയാം.
ഇന്ന് ദൃശ്യം സിനിമയും കൂടി കണ്ടു. അപ്പൊ എനിക്ക് അതാണ് റിലേറ്റ് ചെയ്യാൻ തോന്നിയത്. കാരണം തെളിവ് നശിപ്പിക്കാൻ വിദഗ്ധരായ ആൾക്കാരുള്ളിടത്തോളം പ്രൂഫ് നമുക്കത് ചെയ്യാൻ, ലോ അങ്ങനെയാണല്ലോ, പ്രൂഫ് ഉണ്ടെങ്കിലേ നമുക്കത് ഇതാവുള്ളൂ. അവൾക്കൊപ്പം തന്നെയാണ് തീർച്ചയായും. ഒരാളെ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റില്ല, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദ ട്രൂത്ത്. പക്ഷേ എന്നാലും അവൾക്കൊരു നീതി കിട്ടിയിട്ടില്ല, ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് തന്നെ തോന്നുന്ന ഒരു അവസ്ഥയാണ്. ആൻഡ് പിന്നെ ഇതിപ്പോൾ എല്ലാവർക്കും അറിഞ്ഞ ഒരു സ്റ്റോറി തന്നെയാണ്. പൈസയും പവറും ഉണ്ടെങ്കിൽ പിന്നെ ആസ് ടൈം പാസസ് ദ കേസ് ഗെറ്റ് വീക്കർ. അങ്ങനെ ആവുമ്പോൾ എന്തായാലും നീതി ലഭിക്കാതെ പോകും എന്നുള്ളത് ദിസ് ഈസ് യെറ്റ് അനദർ കേസ്. അതെ, ഡെഫിനറ്റ്ലി. You're asking whether I'll accept the judgment, is it? Since we don't know that, yeah, and we don't accept it, nothing is going to change right now, right? Yeah, avalkoppamana.